നമ്മുടെ വയനാട്ടിലേക്ക് നെഹ്റു കുടുംബത്തിൻ്റെ അംഗങ്ങൾ എത്തുന്നതിൽ ഞങ്ങളെപ്പോലെ സന്തോഷം പിന്നെ ആൾക്കാർ വേണ്ടത്. പ്രിയങ്ക വന്നാലും വലിയ മാറ്റം ഉണ്ടാവില്ല എന്നാണോ വിചാരിക്കുന്നത്? അതെ അതെ അതെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ള ഇപ്പോഴത്തെ ഇതിൽ കാണുന്നില്ല. 2 എംപിമാരായതാണ്. ഒന്ന് രാഹുൽജിയും അതേപോലെ തന്നെ പ്രിയങ്കാജിയും. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വളരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. പിന്നെ വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ വയനാട്ടിലെ കാർഷിക മേഖല ഭയങ്കരമായിട്ട് തകർച്ച നേരിടുകയാണ്. അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാക്കുന്ന ഒന്നാണ് ടൂറിസം മേഖല. വയനാട്ടിലൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കുന്നുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപാട് കാലമായി കേൾക്കുന്നു. ഇതേപോലെ അതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല. പിന്നെ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഇഷ്യൂവിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിൽ രാഹുൽജി പറഞ്ഞത് 2 മിനിറ്റുള്ള കോൺവെർസേഷൻ കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ. അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. വയനാട്ടിലെ ജനങ്ങളെ ദൈവങ്ങളെപ്പോലെ കാണുകയും രാഹുൽജി ഒരു നോർമൽ പേഴ്സൺ ആണെന്നും കൂടി പറഞ്ഞു. അപ്പം വയനാട്ടിലെ ജനങ്ങളെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ പറയുകയാണെങ്കിൽ മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രിയങ്ക വന്നാലും വലിയ മാറ്റം ഉണ്ടാവില്ല എന്നാണോ വിചാരിക്കുന്നത്? അതെ അതെ അതെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ള ഇപ്പോഴത്തെ ഇതിൽ കാണുന്നില്ല. കാരണം വയനാട്ടിൽ ഈ പ്രശ്നങ്ങൾ 20 വർഷങ്ങളായി നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി ഒരു 20 വർഷം കൂടി ഇത് നീളുകയാണെങ്കിൽ വയനാട്ടിലെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഉണ്ടാവാം. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നെഹ്റു കുടുംബത്തിന് നമ്മുടെ വയനാട്ടിലേക്ക് നെഹ്റു കുടുംബത്തിൻ്റെ അംഗങ്ങൾ എത്തുന്നതിൽ ഞങ്ങളെപ്പോലെ സന്തോഷം പിന്നെ ആൾക്കാർ വേണ്ടത്. അതേസമയത്ത് രാഹുൽജി ഇവിടുന്ന് പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽജി അന്ന് ഇവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്നതിൽ നിങ്ങൾ വേദനിക്കണ്ട, ഞാൻ നല്ലൊരു സമ്മാനം നിങ്ങൾക്ക് തന്നിട്ടേ പോരുള്ളൂ. അത് അദ്ദേഹം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് നമുക്ക് ഇവിടെ തന്നിട്ട് പോയത്. അത് എന്ത് തന്നെയായാലും ശരി, പ്രിയങ്ക ഗാന്ധി ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 ലക്ഷത്തിന് മുകളിൽ വോട്ടിൽ ജയിച്ചിരിക്കും, ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വന്യമൃഗശല്യം, ഇവിടെ രാത്രി യാത്ര പ്രശ്നം, ഇതൊക്കെ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയോടെ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്നു. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി അത് തന്നെയല്ല, ഇന്ന് രാജ്യയെ വാർത്തെടുത്ത പോലെയാണ് പ്രിയങ്ക ഗാന്ധി. ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് 2 എംപിമാരായതാണ്. ഒന്ന് രാഹുൽജിയും അതേപോലെ തന്നെ പ്രിയങ്കാജിയും. പക്ഷേ രാഹുൽജി ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകുന്നതിൽ പ്രയാസമുണ്ടെങ്കിലും പക്ഷേ പ്രിയങ്കാജി വരുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. രാഹുൽജി ഇന്നലെ ന്യൂസിൽ പറഞ്ഞത് വയനാടിന് 2 എംപിമാരായി. അതേപോലെ തന്നെ ലോകസഭയിൽ ഒരു വനിതാ സാന്നിധ്യവും കൂടി വയനാട്ടിൽ നിന്നുണ്ടാകുമ്പോൾ ഏറെ കൂടെ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഏറെ സന്തോഷകരമായി. രാഹുൽജിക്ക് കിട്ടിയ വോട്ട് ഭൂരിപക്ഷത്തിനെക്കാട്ടും കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും അതേപോലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ആഹ്ലാദത്തിലാണ്. അതേപോലെ UDFന്റെ ആളുകളും ഭയങ്കര ആഹ്ലാദത്തിലാണ്. പ്രിയങ്ക മത്സരിക്കുന്നത് വയനാട്ടുകാർക്ക് പൊതുവെ നല്ല അഭിപ്രായമാണ്. പ്രിയങ്ക വരണമെന്നാണ് അഭിപ്രായം. രാഹുലിനേക്കാളും ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജയിക്കൂല്ലേ? അതിലും ഭൂരിപക്ഷം കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഈ രാത്രി യാത്ര പ്രോബ്ലം എല്ലാം പരിഹരിക്കും. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പരിഹരിക്കും. അങ്ങനെ നിരവധി പരിപാടികളുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം അതെല്ലാം പരിഹരിക്കും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വയനാടിൻ്റെ സാമൂഹ്യ വികസന രംഗത്ത് സമ്പൂർണമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മതേതര ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ ഇളം തലമുറയിൽ ഏറ്റവും ശക്തിയായ പ്രിയങ്ക ഗാന്ധി വയനാടിന് കരുത്തു പകരുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഇനിയുമേറെ വികസന പരിപാടികൾ, വികസന സംരംഭങ്ങൾ വയനാടിൻ്റെ മടിത്തട്ടിൽ നമുക്ക് അവലംബിക്കേണ്ടതുണ്ട്. അതിന് പരിചിതമായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ പ്രതിനിധി എന്ന നിലയിൽ
വയനാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും പ്രിയങ്കാ ഗാന്ധിയുടെ വരവിനെ ഇതിനോടകം തന്നെ എതിരേറ്റ് കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വലിയ വോട്ടിംഗ് പാറ്റേണോടുകൂടി, വലിയ മാർജിനോടുകൂടി, 5.5 ലക്ഷത്തിന് മുകളിൽ മാർജിനോടുകൂടി പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു പോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയം.